കണ്ണൂർ പയ്യന്നൂരിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ചതിൽ പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ചികിത്സാ പിഴവ് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. ഡോക്ടർമാർക്കെതിരെ കർശന നടപടി വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. KT വിബീഷ് വിവരങ്ങൾ നൽകും. വിബീഷ, എപ്പോഴാണ് പോലീസ് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തത്? എന്ത് മൊഴിയാണ് ഇവർ നൽകിയതും? ദിവ്യ, ഇന്നലെ വൈകിട്ടായിരുന്നു പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്തത്. എരവം സൗത്ത് നടുവിലെ കുനിയിലെ വീട്ടിലെത്തിയാണ് പിതാവ് സൂരജ് അതുപോലെ തന്നെ മാതാവ് വിജിഷയുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നേരത്തെയും അന്വേഷണ സംഘം കുടുംബത്തെ കണ്ടിരുന്നു. ഇപ്പോൾ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ചികിത്സ വൈകി എന്നാണ് പോലീസിനോട് മാതാപിതാക്കൾ ആവർത്തിച്ചത്. അതായത് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ചികിത്സാ പിഴവ് ഉണ്ടായി എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും ഈ രക്ഷിതാക്കൾ പോലീസിനോട് വ്യക്തമാക്കി. ഡോക്ടർമാർക്കെതിരെ കർശന നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കുഞ്ഞിന്റെ ശരീരത്തിൽ നേരിയ മുറിവുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അനസ്തേഷ്യ നൽകേണ്ട സാഹചര്യം ഇല്ലായിരുന്നു എന്നുമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങളും കുടുംബം പോലീസിനോട് വീണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലാ തലത്തിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് കാക്കുകയാണ് പോലീസ്. ഇതിനുശേഷം കേസിൽ കൂടുതൽ ഡോക്ടർമാരെ പ്രതി ചേർക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതിനിടെ നിലവിൽ പ്രതിയായിട്ടുള്ള ഡോക്ടർ അഞ്ജലി പൊതുവാൾ, അവർ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറാണ്. ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. ഇവർ ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. നിലവിൽ ആരോപണം നേരിടുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടർ അതുപോലെ തന്നെ സർജറി ഡോക്ടർ എന്നിവർക്കെതിരെയും കേസ് വേണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം.